എല്ലാ കൂട്ടുകാർക്കും അലീസ് വേയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നൊരു സ്പെഷ്യൽ ലൈം ജ്യൂസാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഇതിനാവശ്യമായത് 2 പുതിനയില ഓപ്ഷണലാണ്. പിന്നെ നാരങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ഇത് ഡെക്കറേറ്റ് ചെയ്യാനെടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമായ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. റോസ് വാട്ടറാണ്. ഇത് ഐസ് ക്യൂബ്സ് ആയിട്ട് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പം ഹോം മെയ്ഡ് ആയിട്ടുള്ള റോസ് വാട്ടർ എടുക്കാൻ പാടുള്ളൂ. നമുക്കിതെല്ലാം ഒന്ന് മിക്സിയിലിട്ടിട്ട് അടിക്കാം. ഇതിപ്പോൾ 2 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം അതിനനുസരിച്ചുള്ളത് എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിതൊന്നിനെ അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ലൈം ജ്യൂസ് ഞാൻ ഇപ്പോൾ അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഒരു കപ്പിലോട്ട് അരിപ്പിച്ചെടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാം റോസ് വാട്ടർ സ്കിൻ കെയറിനല്ലേ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഡ്രിങ്കായിട്ട് കുടിച്ച് നോക്കൂ, ഏറ്റവും നല്ലതായിരിക്കും അത്. പിന്നൊരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ ഫ്രഷ് ലൈം ജ്യൂസ് അടിക്കുമ്പം ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കഴിയുന്നതിന് അതിനൊരു കയ്പ്പ് വരുന്നുണ്ട്. പക്ഷേ ഇത് റോസ് വാട്ടറിൽ ആഡ് ചെയ്യുമ്പം നമ്മൾ 5 മിനിറ്റ് 10 മിനിറ്റ് എടുത്തു കഴിഞ്ഞാൽ പോലും ഇതിന് ഒരു കയ്പ്പ് രസം പോലും വരത്തുണ്ടാവുകയില്ല. നമ്മൾ അരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ റോസ് വാട്ടർ എടുക്കുമ്പോൾ ഹോം മെയ്ഡ് ആയിട്ടുള്ള എടുക്കാൻ പാടുള്ളൂ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഒരിക്കലും എടുക്കരുത്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ റോസിൻ്റെ ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഐസ് ക്യൂബ്സ് ചേർക്കുമ്പോൾ ഇത് ലെയറായിട്ടാണ് ഫോം ചെയ്യുന്നത്.
അപ്പോൾ നമ്മുടെ ലെയേർഡ് ആയിട്ടുള്ള ലൈം ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ കാണുമ്പോൾ തന്നെ കൊതിയാവുന്നില്ല ഇതൊന്ന് കുടിച്ച് നോക്കാൻ. അപ്പോൾ നിങ്ങളൊന്ന് എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻ്റ് ഇടാൻ മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കയറുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.